വെള്ളിയാഴ്ചക്കല്ല സാധ്യത, ശനിയാഴ്ചക്കാണ്. ഗോളശാസ്ത്ര പ്രകാരമാണ്. ഏതായാലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ. വെള്ളിയാഴ്ചയാണെങ്കിലും ശനിയാഴ്ചയാണെങ്കിലും അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇത് റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച അല്ലെങ്കിലും ഈ വെള്ളിയാഴ്ചകൾക്ക് വലിയ പ്രത്യേകതകളുണ്ട് എന്ന് മനസ്സിലാക്കിയവരാണ് നാം. പ്രത്യേകിച്ച് റമദാനിലെ അവസാനത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ ശദ്ദ മിഅ്സറഹു എന്നാണ് കാണാം. റസൂലുള്ളാഹി തന്റെ അരമുണ്ടെന്ന് മുറുക്കി റമദാനിലെ അവസാനത്തെ 10 വേണ്ടി തയ്യാറാകും. അഥവാ കൃഷിസ്ഥലത്ത് ഒരു കർഷകൻ അവൻ കൃഷി ചെയ്യുന്നതിന്റെ ഇടയിൽ അവന്റെ മുണ്ടൊന്ന് മുറുക്കുന്നത് പോലെ, കാരണം കൂടുതൽ ശക്തിയോടുകൂടി അവന്റെ അധ്വാനത്തിലേക്ക് ഇറങ്ങുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ അവസാനത്തെ 10 മുണ്ട് നല്ലതുപോലെ മുറുക്കി എന്ന് പറഞ്ഞാൽ ഇഅ്തികാഫിൽ തന്നെയായിരുന്നു. രാവും പകലിലും പള്ളിയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തു പോകൂല. ആ രീതിയിലായിരുന്നു. ഈ അവസാനത്തെ 10 ഇത്ര പ്രത്യേകത അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചത് തന്നെ ഈ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ സംഭവിക്കുന്നത് കൊണ്ടാണ്. ഒരുപാട് അഭിപ്രായങ്ങൾ, ഒരുപാട് ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും റമദാൻ 1-നാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ ഇമാമിയങ്ങളുമുണ്ട്. ആദ്യത്തെ 10-ലാണെന്ന് പറഞ്ഞ ആളുകളുമുണ്ട്, രണ്ടാമത്തെ 10-ലാന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. ഈ അഭിപ്രായങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊക്കെ പണ്ഡിതന്മാര് പ്രത്യേകമായി ബലം കൊടുത്ത് പറഞ്ഞത് റമദാനിലെ അവസാനത്തെ 10-ലും ആ അവസാനത്തെ 10-ലാകുമ്പോൾ തന്നെ ഒറ്റട്ട രാത്രികളിലും ആ ഒറ്റട്ട രാത്രികളിലാകുമ്പോൾ തന്നെ 27-ന്റെ രാത്രിയാണ് എന്ന് ബലമായി പറയുന്ന ആളുകൾ. ഓരോ ആളുകൾക്കും ഓരോ തെളിവുകളുണ്ട്. 21 എന്ന് പറയുന്ന ആളുകൾക്ക് തെളിവുണ്ട്, 23 എന്ന് പറയുന്ന ആളുകൾ. ഇതൊക്കെ ഷാഫി ഇമാമിന്റെ കൗലാണ്. അവർക്കൊക്കെ തെളിവുകളുണ്ട്. തെളിവ് സഹാബത്തിന്റെ ഹദീസുകളാണ്. അതേപോലെ 25 എന്ന് പറയുന്ന ആളുകൾക്കും 27 എന്ന് പറയുന്ന ആളുകൾക്കും എല്ലാവർക്കും തെളിവുണ്ട്. പക്ഷെ ഭൂരിഭാഗം പണ്ഡിതന്മാരും അധികം ആളുകളും ബലമായി പറഞ്ഞിട്ടുള്ളത് 27-ന്റെ രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞു. അതിന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നു, മൂപ്പരാണ് റഈസുൽ മുഫസ്സിരീൻ. ഖുർആൻ വ്യാഖ്യാനിക്കുന്ന ആളുകളുടെ ഹെഡ്, നേതാവ് മഹാനാണ്. മഹാനവരുകളെ ഖുർആനിലെ ഇന്നിപ്പോ നമ്മുടെ ഖുതുബക്ക് കേട്ട സൂറത്ത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ആ സൂറത്ത് വെച്ച് തന്നെ സമർത്ഥിക്കുന്നുണ്ട് 27-നാണ്. അതെങ്ങനെയാ സമർത്ഥിക്കുന്നത്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ ആ കലിമത്തിൽ 9 ഹർഫുകളാണുള്ളത്. ലൈലത്തുൽ ഖദർ എന്നത് നോക്കി, ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ 9 ഹർഫുണ്ട് അല്ലേ? ലൈലത്തുൽ ഖദർ അലിഫും ലാമും ഒക്കെ നാം കൂട്ടണം അല്ലെ? 9 ഹർഫല്ലേ? ആരും നോക്കിയോ? ആരും നോക്കണില്ല. ബോംബെക്കാരനെ ഇന്നാണ് കാണുന്നത്. തെറ്റിപ്പോയോ? ഇന്നാ കാണുന്നത്. നോക്കിയോ ലൈലത്തുൽ ഖദർ എത്ര ഹർഫുണ്ട്? 9 എന്നല്ലേ? നിങ്ങളൊന്ന് എണ്ണി. ലാമ്, യാ, പിന്നെയും ലാമ്, പിന്നെ ദാല്, പിന്നെ അലിഫ്, പിന്നെ ലാമ്, പിന്നെ ഖാഫ്, പിന്നെ ദാല്, പിന്നെ റാ. ലൈലത്തുൽ ഖദർ 9 ഹർഫ് തന്നെയാണ്. ഈ 9 ഹർഫുകളുള്ള ലൈലത്തുൽ ഖദർ എന്ന വാക്ക് പരിശുദ്ധമാക്കപ്പെട്ട ആ ഖദർ സൂറത്തിൽ 3 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം ആവർത്തിച്ച് എവിടെ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ 1, വമാ അദറാക മാ ലൈലത്തുൽ ഖദർ, അവിടെ ലൈലത്തുൽ ഖദർ 2ആയി. ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ശഹർ, അവിടെ ലൈലത്തുൽ ഖദർ 3 പ്രാവശ്യം. അപ്പൊ 9 ഹർഫുകളുള്ള ഈ വാക്ക് ആ സൂറത്തിൽ, ചെറിയ സൂറത്താണ്, അതിൽ 3 പ്രാവശ്യം ആവർത്തിച്ചു. ഈ 9-നെ 3-ൽ ഗുണിക്കണം എന്നാണ് പറഞ്ഞത്. 9-നെ 3-ൽ ഗുണിച്ചാൽ 27. അങ്ങനെ 27 എന്ന് ഉറപ്പിച്ച് പറയുന്ന ആളുകളുണ്ട്. ഏതായാലും ഭൂരിഭാഗം ആളുകളും ഉറപ്പിച്ച വേറെയും കണക്കുകളുണ്ട്.
റമദാനിലെ 1 എന്നാണോ തുടങ്ങിയത് അത് നോക്കിയിട്ട് തീരുമാനിക്കുന്ന പണ്ഡിതന്മാരുമുണ്ട്. ഏതായാലും എല്ലാം അവസാനം എത്തിച്ചേരുന്നത് കൂടുതലും 27ലേക്കാണ് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ 27 നമ്മിലേക്ക് ഇനി വരാൻ പോകുന്നുള്ളൂ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇങ്ങനെ വരുന്നത് തന്നെ അതൊരു ഖൈറാണ്. കാരണം ചില കാര്യങ്ങൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മറച്ചു വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഉത്തരം കിട്ടും എന്നുള്ള ഉറപ്പായ ഒരു സമയമുണ്ട്. ആ സമയം ഏതാ എന്ന് കറക്റ്റ് ആക്കി എവിടെയും നമുക്ക് ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും ഇജ്മാഇൽ നിന്നും ഖിയാസിൽ നിന്നും കിട്ടൂല. പക്ഷെ അവിടെയും പണ്ഡിതന്മാരുടെ ഇജ്തിഹാദൊക്കെ നോക്കി ചില പണ്ഡിതന്മാർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അഭിപ്രായമാണ് ഇമാമ് ഖുത്ബ ഓതുമ്പോൾ ഖതീബ് ആ ഖുത്ബക്കിടയിൽ ഇരിക്കുന്ന നേരം ആ നേരം ദുആ ചെയ്ത ആ ദുആക്ക് ഉത്തരം കിട്ടും. ഖതീബ് ഇരിക്കുന്ന 2 ഖുത്ബയുടെ ഇടയിൽ ഇരിക്കുമ്പോൾ ആ ചെറിയ ഒരു സമയം, ആ സമയം ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം അതാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ല വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് അസറിന്റെ ശേഷമാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ല ജുമുഅയുടെ തൊട്ട് മുമ്പാണ് എന്ന് പറഞ്ഞ, ഇങ്ങനെ അതിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. അതേപോലെ ദുആക്ക് ഉത്തരം കിട്ടുന്ന വെള്ളിയാഴ്ച ദിവസം ഏത് സമയത്താണെന്നുള്ള അഭിപ്രായം പോലെ തന്നെ ലൈലത്തുൽ ഖദർ അത് എന്നാണെന്നുള്ളതിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കും. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ തന്നെ അതിന് മറുപടി പറയുന്ന കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇന്ന സമയമാണ് എന്ന് വ്യക്തമായി അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ഇവിടെ കാണിച്ചു തന്നാൽ ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണ്, ഉദാഹരണം 27 അന്ന് തന്നെ എന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിലൂടെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ ജനങ്ങളൊക്കെ അന്ന് ആ ദിവസം ഹയാത്താക്കും. കാരണം ഉറപ്പാണ് ആ ദിവസം പിന്നെ ആരും വീട്ടിൽ പോകില്ല. അന്ന് എല്ലാവരും ഹയാത്താക്കും. പിറ്റേന്ന് ഒരു കുട്ടിയും പള്ളിയുണ്ടാവില്ല. കാരണം എന്താ? ലൈലത്തുൽ ഖദർ കിട്ടി എന്നുള്ള ഉറപ്പ് എല്ലാവർക്കും വന്നു. 83-85 വയസ്സോളം കിട്ടുന്നത് ഒരു രാത്രി കൊണ്ട് കിട്ടിയല്ലേ. അപ്പൊ അത് കിട്ടിയത് ഉറപ്പായി കഴിഞ്ഞാൽ എല്ലാരും അതിന്മേ തവക്കുലാക്കും, അതിന്മേ കൂടും. പിന്നീട് മറ്റുള്ള ദിവസങ്ങൾ അതുപോലെ കൂടൂല. അതുകൊണ്ട് ഇത് അവ്യക്തമാക്കുകയാണെങ്കിൽ 21-നും വരും, 23-നും വരും, 25-നും 27-നും 29-നും ഒക്കെ ആളുകൾ വരും. കാരണം ഉറപ്പില്ല, ഏതിലെങ്കിലും ഒന്നിൽ പെട്ടോട്ടെ എന്നുള്ള രീതിയിൽ ശ്രമിക്കും, പരിശ്രമിക്കും. മറ്റേത് ഉറപ്പുള്ളത് മാത്രം ആ ഉറപ്പോടുകൂടി കാര്യങ്ങൾ ചെയ്തു പോകും. മറ്റുള്ള ദിവസങ്ങൾ ആ ഇത് നൽകൂല. അപ്പൊ അതിനു വേണ്ടിയാണ് മറച്ചു വെച്ചത് എന്നാണ് ഇതിന്റെ ആകത്തുക. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല എല്ലാം അറിയിച്ചു കൊടുത്ത പോലെ ലൈലത്തുൽ ഖദറിന്റെ കൃത്യമായ സമയവും റസൂലുള്ളാഹിക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിരുന്നു. ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു ആശങ്കയിൽ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തിൽ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കാത്ത രീതിയിൽ, അതിനൊന്നും ഒരു ചാൻസ് ഇല്ലാത്ത രീതിയിൽ റസൂലുള്ളാഹിക്ക് കൃത്യമായി അല്ലാഹു തആല ഇന്ന സമയത്താണ് ലൈലത്തുൽ ഖദർ എന്ന് അറിയിച്ചു കൊടുത്തിരുന്നു. പിന്നെ എന്ത് പറ്റി? ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ റൂമിൽ നിന്ന് പുറത്തോട്ട് വന്നു. റസൂലുള്ളാഹിക്ക് ഈ വിവരം, ലൈലത്തുൽ ഖദറിന്റെ വിവരം കിട്ടിയത് കറക്റ്റ് സമയം കിട്ടിയ ആ സമയം സ്വഹാബത്തിനെ അറിയിച്ചു കൊടുക്കാൻ വേണ്ടി. അങ്ങനെ റസൂലുള്ളാഹി വളരെ സന്തോഷത്തോടുകൂടി, കാരണം വലിയൊരു സംഭവം ലൈലത്തുൽ ഖദർ എന്നുള്ളത്, അത് എപ്പോഴാണെന്നുള്ള കൃത്യമായ അറിവ് റസൂലുള്ളാഹിക്ക് കിട്ടിയപ്പോൾ അത് എത്രയും പെട്ടെന്ന് റസൂലുള്ളാഹി ഉമ്മത്തിന് എത്തിക്കണം എന്നുള്ള രീതിയിൽ സ്വഹാബത്തിലേക്ക് വന്നതാണ് പറയാൻ വേണ്ടി. അങ്ങനെ വന്നപ്പോൾ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിൽപ്പെട്ട 2 സ്വഹാബാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറുണ്ടായി. അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് റസൂലുള്ളാഹി കണ്ടു. 2 സ്വഹാബാക്കൾ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വന്നപ്പോ കണ്ടത് 2 സ്വഹാബത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതാണ്. ഈ തർക്കം കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇന്നീ ഖറജതു ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് പുറപ്പെട്ടത്, ഞാൻ നിങ്ങളിലേക്ക് വന്നത് ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഇയാളും തമ്മിൽ തർക്കിച്ചതിന്റെ പേരിൽ, ഇവർക്ക് ഇടയിൽ തർക്കം നടന്നതിന്റെ പേരിൽ
വിവരം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന് എന്നിൽ നിന്ന് ആ വിവരം അല്ലാഹു തആല എടുത്തു കളഞ്ഞു. എനിക്ക് മറവി സംഭവിച്ചു. അല്ലാഹു തആല അത് എടുത്തു. കാരണം നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായി ഇതിന്റെ പേരിൽ. അപ്പൊ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലത്തെ മുഹദ്ദിസീങ്ങൾ ഇതിന് പറയുന്നത് എവിടെയാണോ തർക്കം നിലനിൽക്കുന്നത് അവിടുന്ന് അല്ലാഹു തആല റഹ്മത്ത് ഊരിക്കളയും. എവിടെയാണോ പരസ്പരം അനൈക്യം നിലനിൽക്കുന്നത്, ഒത്തൊരുമയില്ലാത്തത്, ആ സ്ഥലത്ത് നിന്ന് അല്ലാഹു തആല അവന്റെ ബറക്കത്ത് എടുത്തു കളയും. നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു വിഷയമെങ്കിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യത്തിലല്ലെങ്കിൽ പിന്നെ ആ വീട്ടിൽ ദാരിദ്ര്യം തീരൂല. ഭാര്യ പറയുന്നത് ഭർത്താവിന് പറ്റണില്ല, അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നത് ഭാര്യക്ക് പറ്റണില്ല, അവര് തമ്മിൽ എന്നും പ്രശ്നങ്ങളാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് അല്ലാഹു തആല ബറക്കത്ത് എടുത്തു കളഞ്ഞു. അല്ല, മാതാപിതാക്കൾ പറയുന്നത് മക്കൾക്ക് പറ്റണില്ല, മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് പറ്റണില്ല, ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ എത്ര ആളുകളാണോ ആ വീട്ടിലെ അംഗങ്ങൾ, ആ അംഗങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ, തർക്കമുണ്ടായാൽ ആ തർക്കം ആ വീടിനെ ബാധിക്കും, ആ വീട്ടിലെ എല്ലാ മേഖലകളെയും ബാധിക്കും. ആ വീട്ടിൽ ദാരിദ്ര്യവും പ്രശ്നവും ശൈത്വാനിയത്തും വന്നുകൊള്ളും. കാരണം തർക്കം അത് ശൈത്വാൻ ഇഷ്ടമുള്ള കാര്യമാണ്. ശൈത്വാന് ആധിപത്യം സ്ഥാപിക്കുന്ന ഇടങ്ങൾ പരിചയപ്പെടുത്തുന്നത് പണ്ഡിതന്മാര് പരിചയപ്പെടുത്തുന്നത് പ്രധാനമായും നജസ്സുള്ള സ്ഥലങ്ങളിൽ ഇബ്ലീസിന് വലിയ ഇഷ്ടം. ബാത്റൂമുകൾ, ടോയ്ലറ്റുകൾ, നജസ്സുള്ള സ്ഥലങ്ങൾ ശൈത്വാന് വലിയ ഇഷ്ടം. അവിടെ ശൈത്വാൻ വന്ന് ആധിപത്യം സ്ഥാപിക്കും, അവന് കേന്ദ്രമാക്കി മാറ്റും. അപ്പൊ അങ്ങനെയുള്ള വീടാണെങ്കിൽ ആ വീട്ടിൽ ശൈത്വാൻ ഉണ്ടാകും. വൃത്തിയില്ലാത്ത നജസ്സുള്ള വീടാണെങ്കിൽ ആ വീട്ടിൽ ശൈത്വാൻ ഉണ്ടാകും. അതേപോലെ തന്നെ ശൈത്താൻ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു വീടാണ് വീട്ടിൽ എന്നും കലഹങ്ങൾ, പ്രശ്നങ്ങൾ, എന്നും തർക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ശൈത്വാനാണ്. പിന്നെ നമ്മൾ അവിടെ പരിശുദ്ധമായിക്കൊണ്ട് ഖുർആൻ ഓതിട്ടോ അല്ലെങ്കിൽ മുഹീദിമാരെ നഫീസമാരെ ചൊല്ലിട്ട് ഒരു കാര്യമില്ല. കാരണം അതുണ്ടാകുന്നതിലേറെ നെഗറ്റീവ്. ഇതൊക്കെ പോസിറ്റീവാണ്, ഖുർആനുമായി മുഹീദിമാരെ ഇഫായിമാരെ മൗലൂദൊക്കെ. പക്ഷെ ആ പോസിറ്റീവുകളൊക്കെ തടയാനുള്ള നെഗറ്റീവായി ശൈത്താൻ അവിടെ കുടിയേറി പാർക്കുകയാണ്. അത് നാം വ്യക്തിപരമായ രീതിയിൽ നാം തന്നെ മാറ്റിയെടുത്തിട്ട് വേണം ഖുർആനും അതുപോലെ തന്നെ മറ്റുള്ള മൗലിദുകളും അവിടെ നടത്താൻ. ശൈത്താനോട് സ്ഥാപിച്ച് നാം ഇതൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഫലം അത്ര തന്നെ കാണുകയില്ല. ശൈത്താൻ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു സ്ഥലം തർക്കമുണ്ടാകുന്ന സ്ഥലമാണ്. അല്ലാഹു തആല തർക്കം നടക്കുന്ന, കലഹങ്ങൾ നടക്കുന്ന വീടുകളിൽ തൊട്ടും നാടുകളിൽ തൊട്ടും നമ്മുടെ വീടും നാടും അല്ലാഹു തആല കാക്കട്ടെ. ആമീൻ. അപ്പൊ അങ്ങനെ തർക്കങ്ങൾ നടന്നാൽ അവിടുന്ന് ബർക്കത്ത് പോയി. അത് വീട്ടിലാണെങ്കിൽ വീട്ടിലെ ബർക്കത്ത് പോയി, ഒരു നാട്ടിലാണെങ്കിൽ നാട്ടിലെ ബർക്കത്ത് പോയി, ഒരു കുടുംബത്തിലാണെങ്കിൽ ആ കുടുംബത്തിന്റെ ബർക്കത്ത് പോയി, അതൊരു സംഘടനയിലാണെങ്കിൽ ആ സംഘടനയുടെ ബർക്കത്ത് പോയി. അപ്പൊ നമ്മുടെ ബർക്കത്ത് ഒത്തൊരുമയിലാണ്, ഒന്നിച്ചു നിൽക്കുമ്പോഴാണ്. അല്ലാഹുവിന്റെ സഹായം നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോഴാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നാം ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം നമുക്ക് കിട്ടുക. റസൂലുള്ളാഹി വഫാത്താകുന്നതിന് മുമ്പ് പറഞ്ഞ ഒരുപാട് ഹദീസുകളുണ്ട്. അതൊക്കെയും അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ഒന്നിച്ചു നിൽക്കണേ, നിങ്ങൾ ഒത്തൊരുമയിൽ നിൽക്കണേ. വലാ തഫറഖു, നിങ്ങൾ ചിന്നഭിന്നമാകരുത്, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകരുത്. തോന്നിയ രീതിയിൽ നിങ്ങൾ വൈദ്യുതി, നിങ്ങൾ ഓരോരുത്തർ ഓരോ ഭാഗത്തിൽ പോകരുത്. ഇങ്ങനെ പറഞ്ഞ ഹദീസുകളാണ് റസൂലുള്ളാഹിന്റെ അവസാന സമയങ്ങളിലൊക്കെ റസൂലുള്ളാഹി നൽകിയിരുന്ന ഹദീസുകളൊക്കെ നമുക്ക് കണ്ടത്. മൻ ശദ്ദ ശുദ്ധ ഫിന്നാർ, നാം ഒറ്റപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ വളരെ വ്യക്തമായി പറഞ്ഞത്. ഈ ഒറ്റപ്പെട്ടതിന്റെ പേരിലാണ് ഇന്ന് മുസ്ലിമീങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെ നമുക്കിടയിൽ ഒരു ഐക്യമില്ലാതെയായി പോയി. നമ്മൾ ഇന്ത്യയുടെ കാര്യം എന്നല്ല, ലോകാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ നാം മുസ്ലിമീങ്ങള്, ഇസ്ലാമിന്റെ ആളുകൾ, ഒരു അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്ന ആളുകള് പലതുമായി പല രീതിയിലായി പോയി. അല്ലാഹു തആല മുസ്ലിമീങ്ങളിലുള്ള ആ ഹൈബത്തും വഖാറും എടുത്തു കളഞ്ഞു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല മഹബ്ബത്തിനെ എടുത്തു കഴിഞ്ഞു. മറ്റുള്ളവർക്ക് മുസ്ലിമീങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന പേടിയും ബഹുമാനവും ഗൗരവവും അല്ലാഹു തആല അതൊക്കെ എടുത്തു കളയും. പിന്നെ മുസ്ലിമീങ്ങൾ വളരെ ദുർബലരായും അതുപോലെ തന്നെ പല രീതിയിലും പീഡിപ്പിക്കപ്പെടാനും പല രീതിയിലും ബുദ്ധിമുട്ടിപ്പിക്കാനും മുസ്ലിമീങ്ങൾക്കെതിരിൽ കൈവക്കാനും എല്ലാവർക്കും തോന്നും. കാരണം
നമ്മിലുള്ള ഐക്യം നഷ്ടപ്പെട്ടു. ആ ഐക്യം നഷ്ടപ്പെടുമ്പോൾ അല്ലാഹു തആല നമ്മിൽ നിന്ന് ബറക്കത്ത് എടുത്തു കളഞ്ഞു. ബറക്കത്ത് എടുത്തു കളഞ്ഞാൽ പിന്നെ ദാരിദ്ര്യവും പ്രയാസങ്ങളും ദുരിതങ്ങളും. അല്ലാഹു തആല കാക്കട്ടെ. അപ്പൊ ഏതായാലും ലൈലത്തുൽ ഖദറിന്റെ വിവരം അള്ളാഹുവിന്റെ റസൂൽ അറിയിക്കുവാൻ വേണ്ടി സഹാബത്തിലേക്ക് വന്നപ്പോൾ രണ്ട് സഹാബാക്കൾ പരസ്പരം തർക്കിച്ചതിന്റെ പേരിൽ അത് അവിടുന്ന് ഉയർത്തപ്പെട്ടു. റസൂലുള്ളാഹിയിൽ നിന്ന് ആ വിവരം അല്ലാഹു തആല നീക്കി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസാ അൻ യകൂന ഖൈറൻ ലക്കും, ഇത് നിങ്ങൾക്ക് ഒരുപക്ഷേ ഖൈറായിരിക്കും. ലൈലത്തുൽ ഖദർ എന്നാണെന്നുള്ള വിവരം ഞാൻ പറയാൻ വേണ്ടി വന്നപ്പോൾ അത് മറന്നുപോയല്ലോ. ആ വിവരമായ ഇൽമ അല്ലാഹു തആല എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞല്ലോ. അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും എന്ന് പറഞ്ഞ റസൂലുള്ളാഹി പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ റമദാനിലെ അവസാനത്തെ 10 ഒറ്റട്ട രാത്രികളിൽ ഇതിനെ നിങ്ങൾ പ്രതീക്ഷിക്കണം ഈ ലൈലത്തുൽ ഖദർ. അതുകൊണ്ടാണ് ഈ ഒറ്റട്ട രാത്രികളിൽ, അത് തന്നെ 27 രാത്രികളിൽ എന്ന ഹദീസുകൾ കാണുന്നത് കൊണ്ടാണ് 27 വലിയ പ്രാധാന്യം നൽകി അന്ന് നാം രാത്രിയിൽ ഒരുമിച്ച് കൂടലും അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഇബാദത്തുകൾ നാം ചെയ്യുന്നത്. ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്ന നബിയെ, ഇന്ന് രാത്രി ലൈലത്തുൽ ഖദർ ആണ് എന്ന് എനിക്ക് അറിഞ്ഞാൽ, ഉറപ്പ് കിട്ടിയാൽ ഞാൻ എന്താണ് കൂടുതലായി ചെല്ലേണ്ടത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു, ഈ ദിക്ർ ചൊല്ലിക്കോ. അപ്പൊ അതിന്റെ പേരിലാണ് നാം ആ ദിക്ർ ഇങ്ങനെ ചൊല്ലി വരുന്നത്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു. അപ്പോൾ ലൈലത്തുൽ ഖദർ എന്നത് എന്നാണ് എന്നുള്ള വിഷയത്തിൽ ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലും 27 രാവാണ് എന്ന പ്രത്യേകമായ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞ അഭിപ്രായത്തിൽ നമുക്ക് അന്നത്തെ ദിവസം എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് നാം ഒന്ന് അറിയിക്കാം. അന്നത്തെ രാത്രി വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുമ്പോൾ, ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല മലക്കുകളോട് ഒരു മുശാവറ നടത്തി, കൂടിയാലോചന ഉണ്ടായി. അല്ലാഹു തആല ചോദിച്ചു, ഇന്നി ജാഇലുക ഫിൽ അർദി ഖലീഫ, മലക്കുകളെ ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ, എനിക്ക് ഇബാദത്ത് എടുക്കാൻ ഞാൻ ഭൂമിയിൽ ഒരു മനുഷ്യനുണ്ടാക്കാൻ വേണ്ടി പോകുന്നു, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നായിരുന്നു അല്ലാഹുവിന്റെ ചോദ്യം. ആ നേരം മലക്കുകള് അല്ലാഹുവിനോട് മോശമായിട്ടാ പറഞ്ഞത്, വേണ്ട അല്ലാഹ്, നിനക്ക് ഇബാദത്ത് എടുക്കാൻ നമ്മളില്ലേ, അല്ലെങ്കിൽ നിനക്ക് ആരാധിക്കുവാൻ നിന്റെ എല്ലാ കാര്യത്തിലും നമ്മളില്ലേ, ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തിക്കലഹിക്കുന്ന, രക്തം ചിന്തിക്കളയുന്ന ഈ മനുഷ്യരെ എന്തിനാണ് നീ ഇവിടെ പടക്കുന്നത്, സൃഷ്ടിക്കുന്നത് എന്നാണ് മലക്കുകൾ അന്ന് ചോദിച്ചത്. അവിടെയും നമുക്കറിയാം മലക്കുകൾക്ക് എങ്ങനെ ഇവരെ കിട്ടി. കാരണം മനുഷ്യനെ അന്ന് വരെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടില്ല. അന്ന് വരെ അല്ലാഹു തആല മലക്കുകൾക്ക് മനുഷ്യനെ കാണിച്ചു കൊടുത്തിട്ടില്ല, മനുഷ്യനെ പടച്ചിട്ടില്ല. പടക്കണതിന് മുമ്പ് തന്നെ മനുഷ്യന്റെ സ്വഭാവം ഇങ്ങനെ എന്ന് മലക്കുകൾ പറയുന്നു. അവര് പ്രശ്നക്കാരാണ്, അവര് കച്ചറുണ്ടാക്കും, അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കത്തി കീറി അങ്ങനെ മരിക്കുന്ന ആളുകളാണ്. അവരെന്തിനാണ് ഈ ദുനിയാവിൽ സൃഷ്ടിക്കുന്നത് എന്ന് അല്ലാഹു തആല ഇതൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇത് ഓക്കേ പറയാം. അല്ലാഹു തആല അല്ലാഹുവാണ്, ഇത് അല്ലാഹുവിന്റെ അടിമകളായ മലക്കുകളാണ് പറയുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ എന്തിനാ സൃഷ്ടിക്കുന്നത്? അപ്പൊ അത് മലക്കുകൾക്ക് എങ്ങനെ വരെ കിട്ടി? മനുഷ്യരോട് താമസിക്കുന്നതിന് മുമ്പ്, ആദം നബി അലൈഹിസ്സലാമിനെ ഇവിടെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ അല്ലാഹു തആല ജിന്നുകളെ താമസിപ്പിച്ചിരുന്നു. മനുഷ്യരെക്കാളും മുമ്പ് ഇവിടെ അല്ലാഹു പഠിച്ചത് ജിന്നുകളെ. അപ്പൊ ഈ ജിന്നുകൾ ഈ ഭൂമിയിൽ താമസിക്കുന്ന സമയം അവരിങ്ങനെ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഫിത്നകൾ ഉണ്ടാക്കി, അവർ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറും തർക്കങ്ങളും പ്രശ്നങ്ങളുമായപ്പോൾ അവരെ മലക്കുകളെ കൊണ്ട് അല്ലാഹു തആല ഭൂമിയിൽ നിന്ന് ആട്ടി ഓടിച്ചു സമുദ്രങ്ങളിലേക്കും മലകളുടെ ഇടയിലേക്കും. അതുകൊണ്ടാണ് ഇന്നും മലകളിലും അതുപോലെ തന്നെ സമുദ്രങ്ങളിലൊക്കെ ജിന്നുകളെ കാണാമെന്ന് പറയുന്നത്. അങ്ങനെ ഭൂമിയിൽ നിന്ന് ജിന്നുകൾ അല്ലാഹു തആല ആട്ടി ഓടിച്ചു. അപ്പൊ ആ ജിന്നുകളെ ആ സ്വഭാവം അത് ഈ മനുഷ്യർക്കും ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് മലക്കുകൾ പറഞ്ഞത്, മനുഷ്യരെ വേണ്ട അല്ലാഹ്, അവരെ പടക്കണ്ട. അപ്പൊ അല്ലാഹു തആല അന്ന് മലക്കുകളോട് പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, മലക്കുകളെ നിങ്ങൾ അറിയാത്ത പലതും ഞാൻ അറിയുന്നുണ്ട്. നിങ്ങളിപ്പോ ജിന്നുകളുടെ സ്വഭാവം വെച്ച് നോക്കി മനസ്സിലാക്കി അങ്ങനെ പറയാം, എന്നാൽ നിങ്ങൾ അറിയാത്ത പലതും ഞാൻ അറിയുന്നു എന്ന്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് ഇവിടെ എത്തി. അപ്പോൾ റസൂലുള്ളാഹിയുടെ ഉമ്മത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലൈലത്തുൽ ഖദർ നൽകിയത്. ഇതിനു മുമ്പുള്ള ആളുകൾക്കൊന്നും അല്ലാഹു തആല ലൈലത്തുൽ ഖദർ നൽകിയിട്ടില്ല. കാരണം ലൈലത്തുൽ ഖദർ നൽകാനുള്ള പ്രധാന കാരണങ്ങൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ മുൻഗാമികൾക്കൊക്കെ 1000, 500, 800, 700 വർഷങ്ങളൊക്കെ ജീവിച്ച ചരിത്രങ്ങളാണ് ഉള്ളത്. 950 വർഷമാണ് ആദം നബി അലൈഹി ഇസ്ലാം ജീവിച്ചത്. അങ്ങനെ ഓരോ പ്രവാചകന്മാരും അവരുടെ അനുയായികളെ നോക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 500 വർഷം ഇതൊക്കെയായിരുന്നു അവരുടെ ജീവിതം, ആയുസ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായ നമ്മളാണെങ്കിൽ അഅ്മാർ ഉമ്മത്തി മാ ബൈന 60 വ 70, 60ന്റെയും 70ന്റെയും ഇടയിൽ, 60 അല്ലെങ്കിൽ 70. പിന്നെ അപൂർവമായി ചില ആളുകൾ 80, 90, 100 വളരെ അപൂർവമാണ്. 100ലും കൂടുതലുണ്ട്, അതും അപൂർവം തന്നെ. കൂടുതലും അഅ്മാർ ഉമ്മത്തി മാ ബൈന 60 വ 70, 60ഉം 70ഉം കൂടുതൽ. 100-നേക്കാളും കൂടുതലൊക്കെ ഉണ്ട്, പക്ഷെ അല്ലേ അപൂർവല്ലേ. വെറ്റിച്ചൂരവിടെ ചെല്ലാൻ പറ്റുമോ? 100ൽ കൂടുതൽ ഇല്ല. അപ്പൊ അപൂർവം ആർക്ക് അപ്പൊ ഈ പ്രായം നമുക്കൊക്കെ അത്ര ഉള്ളൂ, 60, 70ന്റെ ഇടയിൽ. പിന്നെ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി കിട്ടിയാൽ 80ലേക്കും 90ലേക്കും ഒക്കെ എത്തുന്നുണ്ട്. അള്ളാഹു ആയുസ്സ് കിട്ടി തരട്ടെ. അപ്പൊ ഇങ്ങനെ ശമൂൽ ഖാസിയുടെ ചരിത്രം പറഞ്ഞത്. ശമൂൽ ഖാസി എന്ന് പറയുന്ന ആള് വലിയ ധീരനായിരുന്നു. അദ്ദേഹം യുദ്ധം ചെയ്ത് അദ്ദേഹത്തിന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ ചതിച്ച് അദ്ദേഹത്തിനെ കൊന്നു. പിന്നെയും അല്ലാഹു തആല അദ്ദേഹത്തിന് ഹയാത്ത് നൽകി. വലിയ ചരിത്രമാണ്. അപ്പൊ ചുരുക്കി പറയാം, മരിച്ചു കഴിഞ്ഞ് വീണ്ടും അല്ലാഹു തആല അയാൾക്ക് ഹയാത്ത് നൽകി. വീണ്ടും അയാൾ 1000 വർഷം യുദ്ധം ചെയ്തു. അപ്പൊ ഈ കഥകളൊക്കെ സ്വഹാബത്തിനെ പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബത്തെ കരയായിരുന്നു. അവരൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. കിട്ടിയ ഇബാദത്ത് കൊണ്ട് യുദ്ധം ചെയ്ത് അല്ലാഹുവിന്റെ നാളെ റബ്ബിന്റെ കോടതിയിലെത്തി അവരൊക്കെ സ്വർഗത്തിലേക്ക് പോകും. നമ്മളാണെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള ആയുസ്സും ഇല്ല. ഉള്ള ആയുസ്സാണെങ്കിലും കുട്ടിപ്രായം അങ്ങനെ പോയി, പിന്നെ വാർദ്ധക്യമായിട്ട് അങ്ങനെ പോയി. പിന്നുള്ള കുറഞ്ഞ സമയത്തിൽ നമ്മുടെ അമലുകളെ കൊണ്ട് നാം എന്ത് ചെയ്യാനാ? ചെയ്തു തന്നെ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകും. അന്ന് സ്വീകരിച്ചിട്ടുണ്ടാകും എന്നൊക്കെ സ്വഹാബത്ത് വളരെ ആശങ്കയിൽ കരഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ അപ്പോൾ ദുആ ചെയ്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന അള്ളാഹുവിൽ നിന്ന് വഹിയായിട്ട് വന്ന് പറഞ്ഞതാണ്, നബിയെ, നിങ്ങളുടെ ഉമ്മത്തിന് അവരൊക്കെ 1000 വർഷത്തിലേറെ അവരൊക്കെ ഇബാദത്ത് എടുത്താൽ കിട്ടുന്നത് ഒരു രാത്രിയിലെ ഒരു അല്പം നേരം കൊണ്ട് അല്ലാഹു തആല തരുന്നു എന്ന് പറഞ്ഞ് ഇന്നാ അൻസൽനാ എന്നുള്ള സൂറത്ത് അല്ലാഹു തആല ഇറക്കി. അവരൊക്കെ എത്രയോ വർഷങ്ങളെ ഇബാദത്ത് എടുത്തത് നമുക്ക് ഒരു രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നു. ഒറ്റ ഒരു റമദാനിലെ ഒരു ലൈലത്തുൽ ഖദർ കിട്ടിയാൽ തന്നെ 83 വർഷം നമുക്ക് കിട്ടി. അങ്ങനെ നമുക്ക് എത്ര ലൈലത്തുൽ ഖദർ നാം ചെറുപ്പം മുതലേ ലൈലത്തുൽ ഖദർ കേട്ടവരും കണ്ടവരും അന്ന് ഹയാത്താക്കുന്നവരും ഇനിയും അല്ലാഹു തആല ആയുസ്സ് നമുക്ക് നീട്ടിത്തരാണെങ്കിൽ ഇനിയും റമദാൻ വരവേൽക്കുവാനും സ്വീകരിക്കുവാനും ലൈലത്തുൽ ഖദറിൽ വന്ന് അമലുകൾ ചെയ്യാനും തൗഫീഖ് ഉണ്ടാകുമ്പോൾ ഒരു ലൈലത്തുൽ ഖദർ കൊണ്ട് തന്നെ 83 വർഷമാണെങ്കിൽ ഒരു ചുരുക്കം ഒരു 10-30 ലൈലത്തുൽ ഖദറോ കുട്ടിപ്രായവും വാർദ്ധക്യമൊക്കെ കഴിഞ്ഞാൽ തന്നെ 10, 40 അല്ലെങ്കിൽ 30 ലൈലത്തുൽ ഖദർ കിട്ടിയാൽ തന്നെ എത്രയായി? അല്ലാഹു തആല കാക്കട്ടെ. ആമീൻ. അപ്പൊ ഈ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ ലൈലത്തുൽ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം പല കാരണങ്ങളും പറഞ്ഞ കൂട്ടത്തിലെ ഒരു കാരണമാണ് ശമൂൽ ഖാസി എന്ന മഹാന്റെ ചരിത്രവും അതിനോട് ബന്ധപ്പെട്ട് സ്വഹാബത്ത് കരഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത് അങ്ങനെ നമുക്ക് കിട്ടിയതാണ് ഈ ലൈലത്തുൽ ഖദർ. ഈ ലൈലത്തുൽ ഖദറിന്റെ അന്ന് മലക്കുകളാണ് കാര്യമായിട്ട് ഭൂമിയിലേക്ക് വരും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ജിബ്രീൽ സമ്മതം ചോദിക്കും, അല്ലാഹ് റമദാനാണല്ലോ, അതുകൊണ്ട് ഭൂമിയിൽ പോയി മുഅ്മിനീങ്ങളുടെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ ഇബാദത്ത് ഞാൻ കണ്ടുവരട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ കോടാനുകോടി മലക്കുകളും ഒപ്പം കൂടുന്നു. അതാണ് സൂറത്തിൽ പറയുന്നത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദർ 1000 മാസത്തിനേക്കാളും ഖൈറാണ്. തനസ്സലുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രിയാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ കുറെ മലക്കുകൾ എന്ന് പറഞ്ഞാൽ തന്നെ ആ മലക്കുകളുടെ എണ്ണം പറയുന്നത്
ലൈലത്തുൽ ഖദർ എന്ന വാക്കിൽ ഒരു അർത്ഥം, ഖദർ എന്ന് പറഞ്ഞാൽ കുടുസാകുക, വിശാലത നഷ്ടപ്പെടുക. അപ്പൊ അന്ന് ഈ ഭൂമിയിലേക്ക് മലക്കുകൾ ഇറങ്ങുമ്പോൾ അവർക്ക് നിൽക്കാൻ ഈ ഭൂമി മതിയാകാതെ വരും. നമ്മുടെ കേരളത്തിനെ കുറിച്ചോ ഇന്ത്യയെ കുറിച്ചോ അല്ല പറയുന്നത്, ഏഷ്യയെ കുറിച്ചല്ല പറയുന്നത്, ലോകം, ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകൾ ഇറങ്ങി വരുമ്പോ അവർക്ക് ഈ ഭൂമി പോരായി വരും, അവർക്ക് ചെറുതായി വരും. ഭൂമിയുടെ വിശാലത നഷ്ടപ്പെട്ടതായ രീതിയിൽ തോന്നും, അത്രയും അധികം മലക്കുകൾ. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ ഖുദ്സായ രാത്രി എന്നും അർത്ഥം. ലൈലത്തുൽ ഖദർ എല്ലാം നിർണയിക്കുന്ന രാത്രി, അങ്ങനെയും അർത്ഥം. അപ്പൊ ഭൂമിയുടെ വിശാലത നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ അത്ര അളവിൽ വാനലോകത്തിൽ നിന്ന് റബ്ബിന്റെ മാലാഖന്മാർ ഇറങ്ങി വന്ന് മുഅ്മിനീങ്ങളെ സന്ദർശിക്കുകയും മുഅ്മിനീങ്ങളുടെ വീടുകളും പള്ളികളും ഒക്കെ സന്ദർശിക്കുകയും ചെയ്യുന്നതിന്റെ പേരിൽ ഭൂമിയിൽ തിക്കും തിരക്കായി മലക്കുകളെ കൊണ്ടുള്ള ആ ഒരു തിരക്ക് കാരണം ഭൂമിയുടെ വിശാലത നഷ്ടപ്പെട്ടു പോകുന്ന രാത്രി മലക്കുകൾ വരുമ്പോൾ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ വരുമ്പോൾ, 4 പതാകകൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കയ്യിൽ ഉണ്ടാകും എന്ന് ഹദീസിൽ കാണാം. 1 ലിവാഉൽ ഹംദ്, 2 ലിവാഉൽ കറാമ, 3 ലിവാഉൽ മഗ്ഫറ, 4 ലിവാഉർ റഹ്മ. ഇങ്ങനെ 4 പതാകകളായിട്ടാണ് മലക്കുകൾ വരുന്നത്. ഈ 4 പതാകകളുമായി മലക്കുകൾ ഭൂമിയിലേക്ക് രാത്രിയിൽ 4 മഗ്‌രിബിന് ശേഷം ഇറങ്ങി വരുമ്പോൾ അവര് വന്ന് ഈ 4 പതാകകളിൽ ആദ്യത്തെ പതാക ലിവാഉർ റഹ്മ, ആ ലിവാഉർ റഹ്മ റഹ്മത്തിന്റെ പതാകയെ പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ മുകളിൽ നാട്ടിവെക്കും. കാരുണ്യത്തിന്റെ പതാകയെ കഅബയുടെ മേൽ നാട്ടിവെക്കും എന്നാണ് സൗദി അറേബ്യയിൽ നമുക്കറിയാം. രണ്ടാമത് ലിവാഉൽ മഗ്ഫറ. മഗ്ഫറ എന്നാൽ നമുക്ക് പുറത്തു തരുന്ന പാപമോചനത്തിന്റെ പുറത്തു തരുന്ന പതാക. ആ പതാക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കുബ്ബയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദയിലാണ് നാട്ടിവെക്കുക. അങ്ങനെ രണ്ടും സൗദി അറേബ്യയിലാണ്. മൂന്നാമത്തത് ലിവാഉൽ കറാമ, ബഹുമാനത്തിന്റെ പ്രതീകമായ ആ പതാകയെ നാട്ടിവെക്കുന്നത് ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീനിലും. പിന്നെ ലിവാഉൽ ഹംദ്, സ്തുതിയുടെ പതാക, അത് മാബൈനൽ അർളി വസ്സമാവാതി, ആകാശഭൂമികളുടെ ഇടയിൽ നാട്ടിവെക്കും. ഇങ്ങനെ 4 പതാകകളായിട്ടാണ് മലക്കുകൾ വരിക. അവ ഈ മഗ്ഫിറത്ത് പുറത്തു തരുന്ന പതാക അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകം ആ പതാകകളിലൂടെ കാണിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. ആർക്കൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുത്തു, ആരൊക്കെയാണ് റസൂലുള്ളാഹിനെ സ്നേഹിച്ചവര്, ആരൊക്കെയാണ് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവര്, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ ആളുകളെയും റസൂലുള്ളാഹിനെ സ്നേഹിച്ചവരെയും റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചവരും അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയത്തിലും ആദർശത്തിലും നിന്ന് റസൂലുള്ളാഹിനെ സ്നേഹിച്ച ആളുകൾക്ക് പുറത്തു കൊടുക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ അവിടെ വെച്ച പതാകയിൽ കാണുമെന്നാണ് ഹദീസുകളിൽ കാണുന്നത്. ഏതായാലും ഈ പതാകകളൊക്കെ ഇങ്ങനെ വെച്ചതിന് ശേഷം, നാട്ടി വെക്കേണ്ട സ്ഥലത്ത് വെച്ചതിന് ശേഷം മലക്കുകളൊക്കെ പിരിയും. ഭൂമിയിൽ നിന്ന് പിന്നെ തിരിച്ച് ആകാശത്തിലേക്ക് പോകല്ല. ഭൂമിയിൽ അവര് വ്യത്യസ്തമായി പലരും പല ഭാഗങ്ങളിലേക്ക് തിരിയാണ്. യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും അതുപോലെ തന്നെ ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും ഒക്കെ ഇങ്ങനെ മലക്കുകൾ തിരിയാണ്. അവരുടെ ലക്ഷ്യം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് മുഅ്മിനീങ്ങളെ കാണണം, മലക്കുകൾക്ക് മുഅ്മിനീങ്ങളെ കാണണം. അതുകൊണ്ട് തന്നെ എല്ലാ മുസ്ലിം പള്ളികളിലേക്കും മുസ്ലിം വീടുകളിലേക്കും മലക്കുകൾ ലക്ഷ്യം വെച്ച് വരും. ഓരോ വീടും അതുപോലെ തന്നെ ഓരോ പള്ളികളിലേക്കും മദ്രസകളിലേക്കും മുഅ്മിനീങ്ങൾ എവിടെയൊക്കെയാണോ ഒരുമിച്ച് കൂടി ഇബാദത്ത് എടുക്കുന്നത് ആ ഇബാദത്തിന്റെ സ്ഥലങ്ങളിലേക്ക് ഈ മലക്കുകൾ വരും. അത് വീടാണെങ്കിലും അതുപോലെ തന്നെ പള്ളികളാണെങ്കിലും വന്ന് അസ്സലാമു അലൈക്കും യാ ഉമ്മി, അസ്സലാമു അലൈക്കും യാ ഉമ്മിന എന്ന് ആ വീട്ടിലുള്ള ഓരോ ആണിനും ഓരോ പെണ്ണിനും അവർ സലാം പറയും. ആണിനും പെണ്ണിനൊക്കെ അവർ സലാം പറഞ്ഞ കൈപിടിച്ച്
മുസാഫാത്ത് ചെയ്ത് ആ വീട്ടിൽ അവർ ഇബാദത്തുകൾ സന്ദർശിക്കും, ഇബാദത്തുകൾ നോക്കി മനസ്സിലാക്കും. ഈ കൂട്ടത്തിൽ മലക്കുകൾ കയറി വരുന്ന വീടുകൾ പറഞ്ഞ കൂട്ടത്തിൽ പണ്ഡിതന്മാർ ഹദീസിൽ തന്നെ കാണാം, ചില വീടുകളിലേക്ക് മലക്കുകൾ കയറൂല. മലക്കുകൾ കയറാത്ത വീടുകൾ നാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നമ്മൾ പള്ളിയിൽ ഹയാത്താക്കുകയാണെങ്കിലും പള്ളിയിൽ ഇത്തികാഫിലാണെങ്കിലും നമ്മുടെ വീടുകളിൽ മലക്കുകൾ വരുമ്പോൾ ചില വീടുകളിലേക്ക് മലക്കുകൾ കയറാതെ ഒരു ലക്ഷണം കെട്ട വീടായി മാറുന്ന വീടുകൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെ ഹദീസിൽ പറയുന്നുണ്ട്. ആ വീടുകൾ ഏതാന്ന് പറഞ്ഞാൽ ചർച്ചുകൾ, ക്രിസ്ത്യൻ പള്ളികൾ അഥവാ ക്രിസ്ത്യൻ ആരാധനകൾ, ഇതിലേക്കൊന്നും മലക്കുകൾ കയറൂല. അതേപോലെ തന്നെ ബൈത്തുൽ ഫീഹി വസനുൻ, ബിംബങ്ങളുള്ള വീടുകൾ, ഈ വീടുകളിലേക്കൊന്നും റബ്ബ് മലക്കുകളെ കയറ്റൂല. നമ്മുടെ വീടുകളിൽ ഈ പറഞ്ഞ രണ്ടും ഇല്ലെങ്കിലും ചില രൂപങ്ങളൊക്കെ ഉണ്ടാകും. റസൂലുള്ളാഹിന്റെ ഹദീസിൽ തന്നെ കാണാം, രൂപങ്ങൾ, ഫോട്ടോകള്, ഷോക്കേസിലൊക്കെ നാം വെച്ച കളിപ്പാട്ടകള്, ഇവകളൊക്കെ ഉള്ള വീടുകളിലും ഈ ബിംബങ്ങളൊന്നും വരില്ല, അത് ഈ മലക്കുകൾ വരില്ല. അതൊക്കെ ബിംബങ്ങളെ പോലെയാണ്. നമ്മുടെ വീടുകളിൽ നാം ഇത് അറിയാതെ ചിലപ്പോൾ അവിടോടൊക്കെ സൂക്ഷിച്ചു വെച്ചതാവും. നായയുടെ രൂപത്തിലും കുതിരയുടെ രൂപത്തിലും ഒക്കെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ എന്നാലും രൂപങ്ങൾ നിലനിൽക്കുന്ന ഈ വീടുകളിലൊന്നും മലക്കുകൾ കയറി വരില്ല. അതേപോലെ തന്നെ ബൈത്തുൽ ഫീഹി ജറസുൻ, ഈ കൊടമണി ശബ്ദം മണിയടക്കം അടിക്കുന്ന രീതിയിൽ ഉണ്ടാകുന്ന ഈ അമ്പലത്തിലൊക്കെ ഉപയോഗിക്കുന്ന, ഇപ്പോഴത്തെ ചില വീടുകളിലൊക്കെ അത് ഫാഷനാണ്. ഇപ്പൊ വെല്ലടിയില്ല, ചില വീടുകളിലൊക്കെ വലിയ വലിയ വീടുകളൊക്കെ പോകുമ്പോൾ വെല്ലടിക്കണതിന് പകരം ഇങ്ങനെ മണി തൂക്കിയിട്ടുണ്ടോ, അതിങ്ങനെ അടിക്കും. അപ്പൊ അങ്ങനെ ഇതൊക്കെ തൂക്കിയിട്ട വീടുകളിലേക്കും മലക്കുകൾ വരും. ചില വലിയ വലിയ വീടുകളൊക്കെ ഇപ്പൊ ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടുകണമെന്നറിയില്ല. പിന്നെ അതേപോലെ തന്നെ വീടുകള് ഫീഹി നജാസ, നജസുള്ള വീടുകൾ, വൃത്തിയില്ലാത്ത വീടുകൾ, അങ്ങനെയുള്ള വീടുകളിലേക്കും ഈ മലക്കുകൾ വരൂല. നജസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം നജസ് എന്താണ്. അതേപോലെ തന്നെ പിന്നെ മുദ്മിനുൽ ഖംർ, മദ്യപാനി, മദ്യപിച്ചവൻ, ലഹരി. നമ്മുടെ മക്കൾക്ക് ചിലപ്പോ MDMന്റെ പേരിലും അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ പേരിലൊക്കെ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന ഈ ലഹരി പദാർത്ഥങ്ങള്, ഈ മദ്യപിച്ച മക്കള് അല്ലെങ്കിൽ ഭർത്താക്കന്മാര്, അങ്ങനെ മദ്യപാനിയുള്ള വീടുകൾ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കിടക്കുന്ന മക്കളുള്ള വീടുകൾ, ഈ വീട്ടിലും മലക്കുകൾ കയറും. ചോദ്യം മനസ്സിലായി. നിർത്തി അയാള് സക്കാത്തിന്റെ അവകാശിയാണെങ്കിൽ, ഫക്കീറോ മിസ്കീനോ കടം കൊണ്ട് കുടുങ്ങിയ ആളോ ആണെങ്കിൽ, അതോടൊപ്പം ആള് മുസ്ലിമോ ആണെങ്കിൽ, പിന്നെ ആള് മദ്യപാനം നിർത്തിയിട്ടുണ്ടല്ലോ, ഇനി അയാൾ ആ കാശ് കൊണ്ട് അങ്ങനെ തെറ്റിലേക്ക് പോകില്ല എന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അത് കൊടുക്കണം. അയാൾ അർഹതപ്പെട്ട ആളാണ്, അയാളെ കണ്ട് വരുത്താതെ നമ്മൾ നേരത്തെ എത്തിച്ചു കൊടുക്കണം നല്ലത്. ആ മുസ്ലിമീങ്ങൾ സക്കാത്തിന്റെ അർഹരല്ല, മുസ്ലിമീങ്ങളാണ് സക്കാത്തിന്റെ അർഹർ. കാരണം സക്കാത്ത് എന്നൊക്കെ പറയുമ്പോ, ഉഹദിയ്യത്ത് എന്നൊക്കെ പറയുമ്പോ, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, ഇവരാണ് പറഞ്ഞ് എല്ലാ ഷിർക്കും ഒക്കെ കൂട്ടുന്ന ആൾക്കാർ. നമ്മള് ഈ മറ്റുള്ളവരോട് സൗഹാർദ്ദമാണ്, അവർക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ കൊടുക്കുക, സക്കാത്തിന്റെ കാശ് കൊടുക്കരുത്. അത് മുസ്ലിമീങ്ങൾക്കിടയിൽ നടക്കേണ്ടതാണ്. കഴിഞ്ഞ സംശയം കഴിഞ്ഞു. അവ എടുക്കുന്ന ചോദിക്കുമ്പോ ആൾക്കാർ ഉറക്കൊക്കെ പോയി അല്ലെ, കുറെ ആൾക്കാർ ഉറങ്ങിയിരുന്നു, അവരൊക്കെ നീച്ചു നോമ്പക്കാരൻ എടുക്ക മുമ്പും ചെയ്യും. കഴിഞ്ഞ വെള്ളിയാഴ്ചന്നുണ്ടെങ്കിൽ പിന്നെ അപ്പോ എന്താ നമ്മൾ പറഞ്ഞത്? മദ്യപിക്കുന്ന ആളുകളുടെ വീട്ടിൽ മലക്കുകൾ വരില്ല. പിന്നെ ലൈലത്തുൽ ഖദർ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ പറഞ്ഞ കൂട്ടത്തിലാണ് കുടുംബബന്ധം, ഖാത്തിയുർ റഹ്മ, കുടുംബബന്ധം മുറിച്ച ആളുകളെ പറയും.
കുടുംബബന്ധം മുറിക്കുക നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി, അഥവാ ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടി. ജ്യേഷ്ഠനോട് അഞ്ചനും ഉണ്ടണില്ല, അല്ലെങ്കിൽ അഞ്ചനോട് ജ്യേഷ്ഠം ഉണ്ടണില്ല. ഇത് പറ്റും, അതാന്റെ മാർഗത്തിന് വേണ്ടിയാണെങ്കിൽ പറ്റും. അതാന്റെ മാർഗത്തിന് വേണ്ടിയാണ് അതാ ജ്യേഷ്ഠൻ മദ്യപിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അഞ്ചന് പറയുന്നു, ഞാൻ നിന്നോട് ഈ സ്വഭാവം നിർത്താതെ മിണ്ടൂല. ഇങ്ങനെ മിണ്ടാത്തതാണെങ്കിൽ അത് പ്രശ്നമല്ല. അല്ലെങ്കിൽ ഒരു പിതാവിനെ ഒരു മകൻ ദ്രോഹിച്ചു, മറ്റേ മകൻ എന്തായി, ഈ പിതാവിന്റെ കൂടെ നിന്ന് അവരോട് മിണ്ടണില്ല. കാരണം നീ വാപ്പായെ വിഷമിപ്പിച്ചു, അതുകൊണ്ട് നിന്നോട് ഞാൻ മിണ്ടണമെങ്കിൽ വാപ്പാന്റെ പൊരുത്തം വേണം. ഇതൊക്കെ ഓക്കെ. നാം ഒരാളെ സ്നേഹിക്കുന്നതും ഒരാളോട് ദേഷ്യം വെക്കുന്നതും റബ്ബിന്റെ വേണ്ടിയാകണം. ഇതല്ല, റബ്ബിന് വേണ്ടിയല്ല. പിന്നെ ഇവന്റെ ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടി സ്വത്ത് ഊരി വെക്കുമ്പോൾ ചെറിയൊരു തർക്കം വന്ന് അതിന്റെ പേരിൽ മുന്നണില്ല. അല്ലെങ്കിൽ കല്യാണം നടക്കുമ്പോൾ കല്യാണത്തിന് വിളിക്കാത്തതിന്റെ പേരിലോ നിശ്ചയത്തിന് വിളിക്കാത്തതിന്റെ പേരിലോ മുന്നണില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു തർക്കം വന്ന സമയം ഇവനെ സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനൊക്കെ തെറ്റി നിൽക്കുന്ന ആളുകൾ, ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടി തെറ്റി നിൽക്കുന്ന ആളുകൾ, ഇങ്ങനെ കുടുംബബന്ധം മുറിച്ച ആളുകൾക്ക് ഈ ലൈലത്തുൽ ഖദറൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇത്തരത്തിലുള്ള അതേപോലെ തന്നെ വലിയ അശുദ്ധി ഉണ്ടായി കിടന്നുറങ്ങുന്ന ആളുകള്, അതുപോലെ തന്നെ സിന ചെയ്യുന്ന ആളുകള്, ഇവർക്കൊക്കെ ഈ ഇങ്ങനത്തെ വീടുകളിലൊന്നും ഈ പറയപ്പെട്ട റഹ്മത്തിന്റെ മാലാഖന്മാര് കയറൂല. അതേപോലെ തന്നെ തെറ്റുകളിലൂടെ പലിശയിലൂടെ ജീവിക്കുന്ന ആളുകൾ, അവർക്കും ഇതിനൊക്കെ മഹത്വം റഹ്മത്ത് നഷ്ടപ്പെട്ടു പോകും. മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ, മാതാപിതാക്കളെ വളരെ ബുദ്ധിമുട്ടിച്ചവൻ, അവനും ലൈലത്തുൽ ഖദറിൽ കിട്ടാതെ പോകും. കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് വേറെ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് വേറെ. ഇതൊക്കെ ഉണ്ടായാൽ അവന്റെ ലൈലത്തുൽ ഖദർ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഈ രീതിയിലുള്ള സ്വഭാവങ്ങളൊക്കെ മാറ്റി അവൻ സത്യസന്ധനായ രീതിയിൽ ഈ പറഞ്ഞ ഒരു സ്വഭാവമില്ലാതെയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി നിൽക്കുന്നതെങ്കിൽ മലക്കുകൾ അവന്റെ അടുക്കൽ വരും, അവരോട് സലാം പറയും, അവനക്ക് വേണ്ടി ദുആ ചെയ്യും. എന്നിട്ട് നേരെ വെളുക്കുന്നത് വരെയും മലക്കുകൾ ഓരോ വീടുകളും സന്ദർശിച്ചതിന് ശേഷം നേരെ വെളുക്കാനാകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം യാ മലായിക റഹീൽ റഹീൽ എന്ന് വിളിക്കുമ്പോൾ മലക്കുകളെ നമുക്കിതാ ഇനി പോകാനായി, നേരം വെളുക്കാനായി, നമുക്ക് നമ്മുടെ റബ്ബിന്റെ അടുക്കിലേക്ക് പോകണം. സിദ്റത്തുൽ മുൻതഹ എന്ന സ്ഥലത്ത് നിന്ന് വന്ന മലക്കുകളാണ്, നമുക്ക് അവിടേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന് പറയും. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ വന്ന മലക്കുകളൊക്കെ സുബഹിബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ തിരിച്ചു പോകും. തിരിച്ചു സിദ്റത്തുൽ മുൻതഹ അവർ നിൽക്കുന്ന സ്ഥലം അവിടേക്ക് എത്തും. അപ്പൊ അവിടെയുള്ള വലിയ വൃക്ഷം അവരോട് ചോദിക്കും, ഇന്നലെ രാത്രി നിങ്ങളെ മലക്കുകളെ നിങ്ങളോട് ഉണ്ടാകുന്നവരാണല്ലോ എന്നും, ഇന്നലെ രാത്രി നിങ്ങളോട് കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു എന്ന് പറയും. അപ്പൊ സിദ്റത്തുൽ മുൻതഹയോട് ഈ മലക്കുകൾ ഭൂമിയിൽ പോയതും ഭൂമിയിൽ അവര് കണ്ട ഇബാദത്തുകളെ കുറിച്ചൊക്കെ പറയും. അങ്ങനെ റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് വലിയ ഭാഗ്യവാന്മാരാണ്. അവരുടെ ഇബാദത്ത് ഇങ്ങനെയായിരുന്നു. അതിൽ ഒരുപാട് ആളുകൾ ഖുർആൻ ഓതുമായിരുന്നു, ഒരുപാട് ആളുകൾ സുജൂദിലാണ്, ഒരുപാട് ആളുകൾ റുക്കൂയിലാണ്. ഇങ്ങനെ ഉമ്മത്തിന്റെ സ്വതക്ക ചെയ്തതിനെ കുറിച്ചും അവർ ചെയ്തിരുന്ന സൽക്കർമ്മങ്ങളെ കുറിച്ചും ഖബർ സിയാറത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സിദ്റത്തുൽ മുൻതഹയോട് മലക്കുകൾ പറയുമ്പോൾ ലാസ്റ്റ് ആയി സിദ്റത്തുൽ മുൻതഹ മലക്കുകളോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് എന്താണ് നൽകിയതെന്ന് അറിയോ? അപ്പോൾ മലക്കുകൾ പറയും, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളെ സാക്ഷി നിർത്തി പറയുന്നുണ്ട്, എല്ലാവർക്കും പുറത്തു കൊടുത്തത്ര അല്ലാഹു തആല എന്ന് പറയും. അപ്പൊ ഈ വിഷയം കേട്ട്, ഈ വാർത്ത കേട്ട് സിദ്റത്തുൽ മുൻതഹ ഒന്ന് നൃത്യം, ഡാൻസ് കളിക്കുന്നതാണ്. തസ്ബീഹിലൂടെ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി അതിങ്ങനെ ആനന്ദിക്കും. അത് കണ്ടപ്പോൾ തൊട്ടടുത്തുള്ള സ്വർഗ്ഗങ്ങളൊക്കെ ചോദിക്കും, എന്ത് പറ്റി സിദ്റത്തുൽ മുൻതഹ? അപ്പൊ സ്വർഗത്തിനോട് ഈ പറയപ്പെട്ട സിദ്റത്തുൽ മുൻതഹ വിവരങ്ങൾ പറയും. അങ്ങനെ ഈ സ്വർഗങ്ങളൊക്കെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് അവസാനം അർശിന്റെ അടുക്കിലേക്ക് എത്തുന്ന വിവരം, അർശും ഈ വിവരം പറയുന്നു. അങ്ങനെ അർശും സന്തോഷിക്കുന്നു. അർശിന്റെ സന്തോഷം കണ്ടപ്പോ അല്ലാഹു തആല അർശിനോട് ചോദിക്കുന്നു, എന്താ നീ ഇങ്ങനെ സന്തോഷിക്കുന്നത്? അപ്പൊ അർശ് പറയും,
മലക്കുകൾ സിദ്റത്തുൽ മുൻതഹയോട് പറഞ്ഞു, സിദ്റത്തുൽ മുൻതഹ സ്വർഗ്ഗത്തിനോട് പറഞ്ഞു, അഥവാ ജന്നത്തുൽ നഈമിനോട്, ജന്നത്തുൽ നഈം ജന്നത്തുൽ മഅവയോട്, ജന്നത്തുൽ മഅവ ജന്നത്തുൽ ഫിർദൗസിനോട്, അങ്ങനെ എല്ലാ സ്വർഗ്ഗങ്ങളും കഴിഞ്ഞ് സ്വർഗ്ഗങ്ങളൊക്കെ വരെ പറഞ്ഞു. ഇങ്ങനെയാണ് ഞാനും പറഞ്ഞു, റബ്ബേ റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് അവർ വലിയ ഇബാദത്തിലായിരുന്നത്ര ഇന്നലെ എന്ന് പറയുമ്പോൾ അല്ലാഹു തആല പറയും, യാ മലായികതി ഇന്നി ഉശ്ഹിദുകും അന്നി ഖദ് ഗഫർതു ലഹും. ഓ മലക്കുകളെ, നിങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, അവരെ ഞാൻ എന്റെ സ്വർഗത്തിലേക്ക് കടത്തി വിടും എന്ന് അല്ലാഹു തആല പറയും. ഇങ്ങനെ പറയുന്ന അല്ലാഹ് നമുക്ക് സ്വർഗം വരുന്ന, നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരുന്ന, നമ്മുടെ ദുആകൾ കേൾക്കുന്ന, നമുക്ക് വേണ്ട കാര്യങ്ങൾ പറയാൻ പറ്റുന്ന രാത്രിയാണ് ഈ വരുന്ന ലൈലത്തുൽ ഖദർ. അതാണ് തനസ്സലുൽ മലായിക. പിന്നെ ആത്മാവും വരും എന്നൊക്കെ പറയും. ആത്മാവ് അവിടെയും ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഏത് ആത്മാവാണ് വരിക? മലക്കുകൾ വരുന്ന വിവരമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അതേപോലെ ആത്മാവ് വരും പറയുമ്പോ അവിടെ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ആത്മാവ് വരും എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ല, മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് തന്നെയാണ് റൂഹുകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞവരുണ്ട്. അല്ല, നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ വേണ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ അവര് ലൈലത്തുൽ ഖദർ അന്ന് നമ്മുടെ വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നാം മരിച്ചുപോയി എന്ന് നാം അവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്ത ആളുകൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരിമാര്, നമുക്ക് വേണ്ടപ്പെട്ടവര്, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആത്മാവിനെ നമ്മളേക്ക് ഇടയ്ക്കിടയ്ക്ക് വിടും. പ്രത്യേകമായ ദിവസങ്ങളിലും സന്ദർഭങ്ങളിലും. അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ സന്ദർഭമാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ നമ്മുടെ വീട്ടിലേക്ക് വരും. വന്നിട്ട് അവര് പറയും, യാ മൻ സകനൂ ബുയൂതനാ, ഞാൻ ഉണ്ടാക്കിയ വീട്ടിൽ താമസിക്കുന്ന മക്കളെ. ചിലപ്പോൾ വീട് അവരുണ്ടാക്കിയതല്ലെങ്കിലും അവര് തന്ന സ്ഥലമായിരിക്കും. എന്റെ സ്ഥലത്തിൽ വീടുണ്ടാക്കി താമസിക്കുന്ന മക്കളെ. അതേപോലെ തന്നെ നമ്മുടെ പെൺമക്കളൊക്കെ കെട്ടിച്ചു കൊടുത്തവരാണെങ്കിൽ അവർ വന്ന് പെൺമക്കളെ വീട്ടിൽ പറയുമെന്ന്, നമ്മുടെ പെൺമക്കളെ കല്യാണം കഴിച്ചവരെ, എന്റെ മോളെ കല്യാണം കഴിച്ചവരെ, അല്ലെങ്കിൽ എന്റെ മക്കളെ, എന്റെ വീട്ടിൽ താമസിക്കുന്നവരെ, എന്റെ ഈ പറമ്പിൽ താമസിക്കുന്നവരെ എന്നിങ്ങനെ വിളിച്ചിട്ട് അവർ പറയുന്നത്, തസദ്ദഖൂ അലൈനാ, എന്തെങ്കിലുമൊക്കെ സ്വതക്ക ചെയ്യോ, എന്തെങ്കിലുമൊക്കെ നിങ്ങളേക്ക് വേണ്ടി സ്വതക്ക ചെയ്യോ എന്ന് അവരിങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ലൈലത്തുൽ ഖദർ അത് സ്വതക്ക ചെയ്യാനുള്ള രാത്രിയാണ്. നമ്മൾ പറഞ്ഞ സക്കാത്തിനെ കുറിച്ച്, അതും റമദാനുമായിട്ട് ബന്ധമില്ല. സക്കാത്തും ലൈലത്തുൽ ഖദറുമായിട്ട് ബന്ധമില്ല. സക്കാത്ത് 366 ദിവസം നടന്നുകൊണ്ടിരിക്കേണ്ടതാണ്. ഓരോരുത്തരും എപ്പോഴാണ് ബിസിനസ് തുടങ്ങിയത് അപ്പോൾ അതിനനുസരിച്ച് അവർ ആ കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അതും ലൈലത്തുൽ ഖദറും തമ്മിൽ ഒരു ബന്ധം. ലൈലത്തുൽ ഖദർ അത് സ്വതക്കയാണ് ചെയ്യേണ്ടത്. മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ, മരിച്ചുപോയ നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ പേരിൽ, അങ്ങനെ സ്വതക്കയുടെ സമയം, അതാണ് സ്വതക്കാണ് റമദാനും ലൈലത്തുൽ ഖദറൊക്കെ. അവര് വന്ന് നമ്മോട് ആവശ്യപ്പെടുന്നതും അതാണ്, സ്വതക്കയാണ്. ഒന്ന് സ്വതക്ക ചെയ്യുമോ? ചില ആളുകൾ സ്വതക്ക ചെയ്യൂല. ചില ആളുകൾ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യും. അവര് ലൈലത്തുൽ ഖദറാണെന്ന് മനസ്സിലാക്കി അന്ന് ഖുർആൻ ഓതും, അതുപോലെ തന്നെ തറാവീഹ് നിസ്കരിക്കും, വിത്ർ നിസ്കരിക്കും. അന്ന് അവരെല്ലാ സൽക്കർമ്മങ്ങളും മജ്‌ലിസിലിരുന്ന് ഇസ്തിഗ്ഫാറും എല്ലാവരും ചെയ്യും. പക്ഷെ മരിച്ചവരുടെ പേരിൽ ഒരു റുപ്യ ഒരു കുട്ടിക്ക് കൊടുക്കൂല. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ മരിച്ചുപോയ ആളുകൾ പറയും, ഫൈൻ ബഖിൽതും, നിങ്ങൾ പിശുക്കന്മാരാണെങ്കിൽ, നിങ്ങൾ ബഖീലന്മാരാണെങ്കിൽ, നമ്മുടെ പേരിലൊന്നും നിങ്ങൾക്ക് സദഖ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ, നിങ്ങൾ ബഖീലന്മാരാണെങ്കിൽ ഒരൽപ്പം ഖുർആൻ ഓതിയെങ്കിലും നമുക്ക് ഹദിയ ചെയ്തു തരുമോ? ഒരു ഫാത്തിഹ സൂറത്തെങ്കിലും ഓതി ഹദിയ ചെയ്തു തരുമോ എന്നിങ്ങനെ പറയും. അപ്പൊ അതുകൊണ്ട് ഈ ലൈലത്തുൽ ഖദറൊക്കെ വരുമ്പോ നമ്മൾ നമ്മുടെ കാര്യങ്ങളെക്കാളും നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ കാര്യങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത്. അവര് നമ്മിൽ നിന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ്, അവരുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന എന്തെങ്കിലുമൊക്കെ. നമ്മുടെ സൽക്കർമ്മങ്ങളെ കൊണ്ട് നമുക്കും നമ്മുടെ മാതാപിതാക്കൾ നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ ഉപകാരം ഉണ്ടാക്കി തരട്ടെ, ആമീൻ എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്കിനിപ്പോ അടുത്ത വെള്ളിയാഴ്ച റമദാനാണെങ്കിലും പെരുന്നാളാണെങ്കിലും ഒരുപാട് റമദാനുകൾ ഇതുപോലെ വരവേൽക്കുവാനും സ്വീകരിക്കുവാനും അല്ലാഹു തആല തൗഫീഖും ആരോഗ്യം ആയുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മയ്യിദ് സ്വീകരിക്കാനുണ്ട്. ഫിത്ർ സക്കാത്ത്